സങ്കീർത്തനം 118 നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് നല്ലത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പോൾ ഇവരെയൊക്കെ ആശ്രയിച്ച നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നു? പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനുഷ്യരിൽ ഇത് പറഞ്ഞ മനുഷ്യരെ വേണ്ടെന്നാണോ? ഇവരെല്ലാം വേണം. പക്ഷെ നമ്മുടെ ആശ്രയം മുഴുവൻ അവിടെ ആയിരിക്കണം. നമ്മുടെ കർത്താവ്, നമ്മുടെ ലക്ഷ്യം മുഴുവൻ അവിടെ ആയിരിക്കണം. പൗലോസ് പറഞ്ഞതുപോലെ, എന്താ, എനിക്കുള്ളതൊക്കെ ഞാൻ ചപ്പന്ന് ചവർന്ന് എണ്ണുക, ഇതൊന്നും എന്റെ ഒരു വിഷയമല്ല. എങ്ങനെ എപ്രകാരമെങ്കിലും വല്ലവിധേനെ ഏതെങ്കിലും ചോദിച്ച് എന്തെങ്കിലും ഉപയോഗിച്ച് വല്ലവിധേനെ ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു പുനരുദ്ധാനം സാധിപ്പിച്ചെടുക്കണം. അതാ എന്റെ ലക്ഷ്യം. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഉള്ളത് മുഴുവൻ ഞാൻ ചപ്പന്ന് ചവർന്ന് എണ്ണുക. ഇന്നത്തെ എന്റെ കഷ്ടത, ഇന്നത്തെ എന്റെ വേദന, ഇന്നത്തെ എന്റെ രോഗം, ഇന്നത്തെ എന്റെ അപകടം, ഇന്നത്തെ എന്റെ തകർച്ച, എന്റെ പരാജയം, എന്റെ നിന്ന, എന്റെ അപമാനം എല്ലാം ഞാൻ ചപ്പന്ന് ചവർന്ന് എണ്ണുകയാണ്. പോലീസിനെ പോലെ പറയാൻ നമുക്ക് കഴിയണം. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയാണ്. ഞാൻ ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയമാണ്, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളല്ല. കുടുംബ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കൂടുമ്പം ഇമ്പമാണ്. അപ്പൊ നമ്മൾ കൂടുമ്പോൾ നമുക്ക് ഇമ്പം ഉണ്ടാകണം, അല്ലേ? സന്തോഷം നിറയണം, ആനന്ദം നിറയണം. അതാണ് നമ്മൾ കൂടുമ്പോൾ ഉള്ള ഒരവസ്ഥ. ചില ഭവനങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, ഇമ്പമല്ല കമ്പമാണ്. എന്താണ്? പൊട്ടലും ചീറ്റലും ഒക്കെ ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞു നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കാൻ നമുക്ക് മനസ്സിലാക്കും. പല ഭവനങ്ങളിലും ആ കമ്പമാണ്, പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. പുകയൊക്കെ ചിലപ്പോൾ പോകുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ എന്താ അറിയോ? ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രയാസവും കടന്നു വരുമ്പോൾ പിടിച്ചാൽ നിൽക്കാത്ത ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ അവിടുന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ദൈവമക്കൾ കൂടുമ്പോൾ എന്തായിരിക്കണം? ആ കൂടുമ്പോൾ ഇമ്പം ഉണ്ടായിരിക്കണം, ആ സന്തോഷം ഉണ്ടായിരിക്കും. എന്താ സന്തോഷം? ഒന്നുമില്ലെങ്കിലും ഹല്ലേലൂയ, എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എന്റെ കർത്താവ് എന്നെ നിർത്തുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലെ വീട്, ഈ ലോകത്തിലെ വാഹനം, അല്ലെങ്കിൽ ഈ ലോകത്തിലെ വസ്തുവകകൾ, ഈ ലോകത്തിലെ ഇതൊന്നുമല്ല. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു ജീവിതം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ധനവാൻ വേറെ ആരുമില്ല. അതായത് സൗഖ്യമുള്ള, ആരോഗ്യമുള്ള ഒരു ശരീരം എനിക്ക്, ഒരു ജീവിതം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സമ്പന്നൻ ഈ ലോകത്ത് വരെ ഇല്ലെന്നാണ്. അപ്പൊ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമായിരിക്കണം. സുഖമുള്ള, ആരോഗ്യമുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം അല്ലെങ്കിൽ നമുക്കുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മറ്റതുണ്ടാക്കാവുന്ന, ഇതില്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതാണ് കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഉണ്ടാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹെൽത്തിന് ദോഷം വരാതെ നമ്മുടെ കർത്താവിനോട് പറ്റിച്ചേർന്ന്. ഇപ്പൊ സങ്കീർത്തനം വായിച്ചപ്പോ പറഞ്ഞില്ലേ, എങ്ങനെയാ പറഞ്ഞല്ലേ? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്നും അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞേ അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? അങ്ങനെ എഴുതിയിരിക്കുന്നേ. പറ്റിയിരുന്നോ കേട്ടോ? പറ്റിയിരിക്കുന്നവരെ അറിയാൻ പറ്റുള്ളൂ. എന്താ കാര്യമൊന്നും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അവൻ പറ്റിയിരിക്കുമ്പോഴേ അറിയാനൊക്കെ ഉള്ളൂ. ദൂരത്തിൽ നിന്ന് അറിയാനൊക്കത്തില്ല. എനിക്കറിയാനൊക്കുമായിരുന്നോ ഈ വീടിങ്ങനെയായിരുന്നു വന്നപ്പോഴല്ലേ അറിഞ്ഞത്? അവന് പറ്റിയിരുന്നെങ്കിൽ മാത്രം അങ്ങോട്ട് പറ്റിച്ചേർന്നിരുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവരെ വിടുവിക്കും. അതേ ഒരു ദിവസം വിടുവിക്കും കർത്താവ്. വിടുവിക്കുന്ന നാളുകൾ അതിവിദൂരമല്ല. കർത്താവ് നമ്മുടെ സമീപമേ ഉണ്ട്. അവനെല്ലാം കാണുന്നു, അറിയുന്നു, മനസ്സിലാക്കി തക്ക സമയത്ത് ഇറങ്ങി വന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മുടെ കർത്താവ് തന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവന്റെ നാമത്തെ, അവന്റെ നാമത്തെ നാം ഒന്ന് അറിഞ്ഞാൽ നമ്മെ അവൻ എന്ത് ചെയ്യും? ഉയർത്തുന്ന പറഞ്ഞു. നിശ്ചയമായി കർത്താവ് നമ്മെ ഉയർത്തും. ആ വാക്കുകൾക്ക് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിശ്ചയമായിട്ടും ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ സഹായിക്കും. പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ബൈബിളിൽ അനേകം കുടുംബങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധതയോടെ ദൈവസന്നിധി നിൽക്കുന്ന അനേക കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതില് ഒരു കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട്, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, എങ്കിലും ആ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വേഗത്തിൽ ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിനാധാരമായിട്ട് 3 പേര് വായിച്ചാൽ നല്ലതാണ്. വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ 3 പേര് വായിക്കണം. 3 വാക്യം ഞാൻ പറയും. ആ 3 വാക്യം നിങ്ങൾ 3 പേര് വായിച്ചു തന്ന, ഒരാൾക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ടല്ല കേട്ടോ. 3 പേര് വായിച്ചാൽ ഒന്നുകൂടെ അതിലൊരു ഒരു കൂട്ടായ്മ ഉണ്ടാവും.
രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുമ്പോ അവരുടെ നടുവിൽ. പിന്നെ വേറൊരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞു, രണ്ട് മൂന്ന് പേരുടെ വാമൊഴിയാൽ ഏത് കാര്യം എന്താ ഒപ്പുവെക്കാവുന്ന, ശീല് വെക്കാവുന്ന. മനസ്സിലായവർ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. അതെ, 3 പേരുടെ വാമൊഴിയാൽ എന്ത് ഏത് കാര്യം. അപ്പൊ ഇന്ന് രാത്രി ചില കാര്യങ്ങളോട് ഉറപ്പിക്കാൻ പോവുക, ചിലത് എന്ത് ചെയ്യാ സീല് വെക്കാൻ പോവുക, ചില കാര്യങ്ങൾ ഇന്ന് സൈൻ ചെയ്യാൻ പോകുന്ന ദിവസമാണ്. ഈ സന്ധ്യ കർത്താവ് അതിനായിട്ട് നമുക്ക് ഒരുക്കിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് വായിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം ഒരാള് അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കും. ഇവിടെ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോയേക്കാം. എന്ന് കർത്താവ് എന്റെ ഉള്ളത്തിൽ പറഞ്ഞതുകൊണ്ടാണ്. പ്രൈസലോ. അത് അതിന്റെ 6-ാമത്തെ വാക്യം ഒരാള് നിർത്തി ഒന്ന് വായിച്ച് സഹായിക്കണം. അടുത്ത ആള് അതിന്റെ 13-ാമത്തെ വാക്യം, അത് മൊത്തം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും അത് വായിച്ചു കുഴപ്പമില്ല. അടുത്ത ആള് അതിന്റെ 25-ാമത്തെ വാക്യം. ഈ 3 പേര് ഒന്ന് വായിച്ച് സഹായിച്ചാണ്. ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. അടുത്തത് 13. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും, അവന്റെ യോഹന്നാൻ പേരിടുന്നു. ആ ഭാഗം നമുക്ക് ഇവിടെ ആവശ്യമില്ലെങ്കിലും അതിരുന്നോട്ട് വായിച്ചത് നന്ദി. ഓക്കെ, താങ്ക് യു. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം നമുക്കിതാണ്. ദൂതൻ അവനോട്, സെക്കരിയാവേ നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്. അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം അതാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരാളോടാ പറയുന്നത് എന്തേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്നാൽ 25-ാമത്തെ വാക്യം കൂടെ വായിച്ചേക്കാം. ഈ സന്ദർഭത്തിൽ അത് ആവശ്യമാണ്. വായിച്ചേ. എലിസബത്ത് ഗർഭം ധരിച്ചപ്പോൾ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിങ്ങൾ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ഇവിടെ വായിച്ച വിഷയം നമുക്ക് മനസ്സിലായി അല്ലെ? സെക്കരിയാവും എലിസബത്തും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന ഒരു പുരോഹിതൻ. അത് സാധാരണ പുരോഹിതനൊന്നുമല്ല. കാരണം സാധാരണ പുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകാൻ കഴിയത്തില്ല. അബിയാക്കൂറിന്റെ ക്രമപ്രകാരം ചീട്ടു വീണ ഒരു മഹാപുരോഹിതൻ എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് പുരോഹിതന്മാരുടെ പുരോഹിതൻ. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ആ പ്രധാന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുവാനും യഹോവയുടെ ധൂപം കാണിക്കുവാനായിട്ട് അവസരം ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇവർ രണ്ടുപേരുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ. അവരുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം എന്താ ദൈവസന്നിധിയിൽ. എന്താണ്? മനുഷ്യൻ നോക്കുമ്പോൾ കുറവുകൾ ഉണ്ടായിരിക്കാം, കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം, ബലഹീനത ഉണ്ടായിരിക്കാം, വീക്ക്നെസ് ഉണ്ടായിരിക്കാം, തകർച്ച ഉണ്ടായിരിക്കാം, പരാജയം ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ അവിടെ ഇതല്ല വിഷയം. ദൈവസന്നിധിയിൽ നോക്കുമ്പോൾ ദൈവിക സർട്ടിഫിക്കറ്റിൽ പറയുന്ന ഒരു വിഷയം എന്താണ്? അവർ ഇരുവരും നീതിയുള്ളവരാണ്. പിന്നെ അടുത്ത വാക്യം, കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. ശ്രദ്ധിച്ചോ? കർത്താവിന്റെ സകല കൽപ്പനകളിലും. നമ്മളൊക്കെയാണെങ്കിൽ പറയും, ഒരു ശകലമൊക്കെ പോരെ, മുഴുവനൊക്കെ വേണം. ശകലമല്ല, സകല കൽപ്പനകളിലും കർത്താവ് എന്ത് പറഞ്ഞോ അത് മുഴുവനും അതേപോലെ ഒരു വള്ളി കുറച്ചിട്ടില്ല, ഒരു വള്ളി കൂട്ടിയിട്ടുമില്ല. അത് അതുപോലെ അനുസരിക്കുന്ന ആ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം അതുപോലെ അനുസരിച്ച് അതും പ്രകാരം കുറ്റമില്ലാത്തവരായി ദൈവസേന കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. അവർ വളരെ പ്രായം ചെന്നവരായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. പക്ഷെ ജീവിതത്തിൽ അവർ ഒത്തിരി പ്രായമുള്ളവരാണ്. അവർക്ക് മക്കളില്ല. പക്ഷെ ഇന്നത്തെ ലോകം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ സാഹചര്യത്തില് നമുക്കത് ആ സന്ദർഭം മനസ്സിലാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവര് ആ ദിവസം കൂടെ രാവിലെ പ്രാർത്ഥിച്ചതായിരിക്കാം. ഇഷ്ടംപോലെ സമ്പത്തും സൗഭാഗ്യവും അധികാരവും പദവിയും എല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, എങ്കിലും ഞങ്ങൾക്ക് ഒരു തലമുറയില്ലല്ലോ അനുഭവിക്കുവാനെന്നുള്ള ഒരു വേദന അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും അത് അവിടെ പ്രതിഫലിക്കുന്നില്ലെന്നുള്ളതാണ്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ
അവരൊരു ഞരക്കം കൊണ്ട് പോലും യഹോവയ്ക്ക് വിരോധമായി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ സെക്രട്ടറിയാവ് ഞാനായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേ, ഇനി എന്ന് നിന്നെ കെട്ടിയോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടത, എന്റെ ഈ കഷ്ടപ്പാട് നീ എന്ന്. അപ്പം എലിസബത്ത് അങ്ങോട്ട് മാറി. ഇന്നത്തെ എലിസബത്താണ് പറയുന്നത്, അതൊന്നും പറയണ്ട, ഞങ്ങളുടെ ഭവനത്തിലൊന്നും മക്കളില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും മക്കളുണ്ട് കേട്ടോ. ആരും മക്കളില്ലാത്ത നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലെ കുഴപ്പമാ, അല്ല ഞങ്ങളുടെ കുടുംബത്തിൽ ആരുമില്ല കേട്ടോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് പരസ്പരം അങ്ങോട്ട് കുറ്റപ്പെടുത്തി ഇല്ലാത്തതൊക്കെ പറഞ്ഞ് എന്നും അവിടെ കമ്പും പൊട്ടിച്ചേനെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കുട്ടികളില്ലാത്തതുകൊണ്ട് അങ്ങ് ഡിവോഴ്സിന് പോയേക്കാം. അവസാനത്തെ കൈ, നീ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. പക്ഷെ നീ ഇവരെ നോക്കുക, ഇത്രയും പ്രായം ചെന്നിട്ടും ഒരു വാക്ക് കണ്ടുപോലും സെക്കരിയാവിനെ വേദനിപ്പിക്കാത്ത ഒരു എലിസബത്തിനെ ചേർത്ത് പിടിച്ച് യാതൊരു കുറവും നിനക്കില്ലടി എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്ന ഒരു ഭാര്യയും ഭർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിച്ച സകല കൽപ്പനകളിലും ചട്ടങ്ങളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്ന ഒരു കുടുംബത്തെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ കുടുംബം എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണമെന്ന് സെക്കരിയാവും എലിസബത്തും നമുക്കൊരു മാതൃകയാണ്. ലോകപ്രകാരം നമുക്ക് കുറവുകളുണ്ടായിരിക്കാം, കുറ്റങ്ങളുണ്ടായിരിക്കാം, ബലഹീനത ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും ദൈവം നോക്കുമ്പോൾ എന്ത് ചെയ്ത, ഇയ്യോബിനെ നോക്കുമ്പോൾ ഇയ്യോബിനോട് പറഞ്ഞെങ്ങനെയല്ലേ, ഇയ്യോബ് ആണ് യാതൊരു കുറ്റമില്ലാത്തൊരു വ്യക്തിയെ, ദോഷം കണ്ടാൽ മാറിപ്പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു വിധത്തിലും ഒരു ദോഷം ആർക്കും വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. പക്ഷേ ഈ സാത്താൻ അവനെ വന്ന് നോട്ടമിട്ടു. സാത്താൻ നോക്കിയപ്പോൾ ആ സമയത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ലേ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി സന്ദർഭവശാൽ കേൾക്കാം അല്ലേ. ദൈവസന്നിധിയിൽ ദൂതന്മാരൊക്കെ വന്ന് നിന്ന കൂട്ടത്തിൽ എന്ത് ചെയ്തു, ഈ പുള്ളിക്കാരനും ഭൂമിയിലെല്ലാം കൂടാടി സഞ്ചരിച്ചിട്ട് അവിടെ വന്ന് നിന്നു. അപ്പോൾ എടുത്ത് അങ്ങനെ സാത്താൻ നിൽക്കുന്ന കണ്ടിട്ട് ഒരു ചോദ്യം, നീ എവിടുന്ന് വരുവാ? ഞാൻ ആ ഭൂമിയിൽ എല്ലാരും പോയി നൂടാടി സഞ്ചരിച്ച് പണി കൊടുക്കാവനോ അതെല്ലാം ഞാൻ പണി കൊടുത്തിട്ട് കയറാൻ പറ്റുന്ന അവസാനത്തെ സ്ഥലങ്ങളിലൊക്കെ ആവശ്യമുള്ളവരൊക്കെ എല്ലാം ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരുവാ. പെട്ടെന്ന് യഹോവയാ ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? കാരണം ഇവൻ ആരെന്നില്ലല്ലോ, ഇവൻ എല്ലാവരെയും ദൃഷ്ടി വെക്കുന്ന ഒരു പരിപാടിക്കാരനല്ലേ, പണി കൊടുക്കാവുന്നവനെല്ലാം പണി കൊടുക്കുന്ന ഒരു വ്യക്തിയാ. അതുകൊണ്ട് ചോദിച്ചു, എന്റെ ദാസൻ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുമോ? എന്താ പറയാ, എന്നാ കർത്താവ്, എന്നാ പരിപാടി, എന്റെ വർത്താനം നിങ്ങൾ പറയുന്നേ, ഇങ്ങനെയൊക്കെയാണോ വർത്താനം പറയുന്നേ? അതെങ്ങനെ പറ്റുന്നേ? അവനും അവനുള്ള സകലത്തിൽ നിങ്ങൾ വേലി കെട്ടിയെന്ന് സൂക്ഷിച്ചേക്കുമല്ലേ? ഒരു ദൈവത്തിന്റെ കർത്താവ് സൂക്ഷിക്കുന്ന എങ്ങനെയാണ്? അതുകൊണ്ട് എന്താണെന്നറിയാമോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ എപ്പോഴായിരിക്കും? നമുക്ക് പള്ളിയിലൊക്കെ സന്ധ്യാ നമസ്കാരം നടത്തും അല്ലേ? എന്തിനാ സന്ധ്യാ നമസ്കാരം സന്ധ്യക്ക് ചെയ്യുന്നേ? എന്തിനാ ചെയ്യുന്നേ? സന്ധ്യക്ക് നമ്മളത് ചെയ്താൽ എന്തെന്നറിയാമോ, ഇവിടെ വായിച്ചപ്പം പറഞ്ഞു, എന്തുവാ, പകൽ പറക്കുന്ന വസ്ത്രത്തെ രാത്രി സഞ്ചരിക്കുന്ന, രാത്രിയിൽ ചിലതൊക്കെ സഞ്ചരിക്കുന്നുണ്ടെന്ന്. അത് സന്ധ്യയാകാൻ നോക്കിയിരിക്കുക അങ്ങോട്ട് കയറി വരാനായിട്ട്. അത് വരാതിരിക്കാൻ വേണ്ടി സന്ധ്യയാകുമ്പോഴെന്ത് ചെയ്യണം? മതിൽ കെട്ടണം. പ്രാർത്ഥനയാകുന്ന മതിൽ, ആരാധനയാകുന്ന മതിൽ, ആ മതിലെ ഭേദിച്ചുകൊണ്ട് കടന്നു വരുന്നത്. നമ്മുടെ ക്രിസ്ത്യാനികളാണ് എന്ത് ചെയ്യും, ഊരെല്ലാം കഴിഞ്ഞിട്ട് കട്ടിലോട്ട് പോയി ഇരുന്നിട്ട് ഇങ്ങനെ കാലുമൊക്കെ ആട്ടിട്ട് എന്റെ കർത്താവേ എന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. രാവിലെ മുതൽ പരിശോധന കാത്തോണേ അപ്പച്ചാ പോത്തം ഒറ്റ മറിച്ചില്ല, മറിഞ്ഞു അവിടെ കിടന്നു മൂർക്കം ഒറ്റ ഉറക്കമാണ്. വരാവുന്ന വയ്യവേര് മുഴുവൻ അന്ന് രാത്രിയിൽ പറഞ്ഞോട്ടുണ്ട്. അന്ന് കിടന്ന് കൂർക്കം പിടിച്ച് ഉറങ്ങുക. എന്നിട്ട് ആവശ്യമില്ലാത്തതെല്ലാം അന്ന് രാത്രിയിൽ, ഇല്ലാത്ത ഷുഗറും കൊളസ്ട്രോളും പ്രഷറും വേണ്ടാത്തതെല്ലാം അങ്ങോട്ടങ്ങ് കയറി ജീവിതത്തിൽ രാത്രി
ചിരിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. ഇതിനകത്ത് കഴമ്പുണ്ടെന്നേ, ഇതിനകത്ത് ചില സത്യം ഉണ്ടെന്നേ. അതുകൊണ്ടാ പറഞ്ഞത്. അതുകൊണ്ട് സന്ധ്യ ആകുമ്പോഴേ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നമ്മുടെ സന്ധ്യാപ്രാർത്ഥന ചെയ്യണം. സന്ധ്യയാകുമ്പോഴേ കോട്ട കെട്ടണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞെന്തുവാ? ഹല്ലേലൂയ, കുറുമ്പടി മേലും കട്ടളക്കാലും മേലും എന്ത് ചെയ്യണം? ചോരത്തോടെ ആചരിക്കണം. അങ്ങനെ എന്ത് ചെയ്യണം? മുദ്ര ചെയ്യണമെന്ന്. അവന് സംഘാരകൻ അവിടെ വന്നിങ്ങനെ എത്തി നോക്കും. എടാ, ഈ മുദ്ര കാണുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അത് ഒഴിഞ്ഞങ്ങ് പോകും. ഈ മുദ്രയാണ് സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. എന്നും ഇപ്പൊ ആടിനെ കൊന്നിട്ട് രക്തം പറ്റാൻ പറ്റുമോ? അതിനോട് ഉണ്ട്. ഇവിടെ ആടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? മേടിക്കാൻ പോകാനൊക്കെ ഒരാടിനൊക്കെ എന്റെ വിലയാ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിഷ്കളങ്കമായ ആട് നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർപ്പ് കഴിഞ്ഞു. നമുക്ക് വേണ്ടി അവൻ ബലിയായി കഴിഞ്ഞു. ആ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മുടെ ഭവനത്തെ മുഴുവൻ മുദ്രയിട്ട് ഇന്ന് രാത്രി ആ സംഘർത്തക്കാരൻ പറഞ്ഞതുപോലെ രാത്രി വരാവുന്ന സകല പ്രതികൂലങ്ങളിൽ 9 മണിക്കും 10 മണിക്കും കിടക്കാൻ നേരം പ്രാർത്ഥിച്ചേച്ച് കിടക്കുന്ന ഒരവസ്ഥയല്ല പറഞ്ഞത്. സന്ധ്യ ആകുമ്പോഴേ ഹല്ലേലൂയ, അതായത് എന്ത് ചെയ്യണം? നമ്മുടെ കോമ്പൗണ്ട് മുഴുവനും മുദ്ര ചെയ്യുന്ന ഒരു പ്രാർത്ഥന ചങ്ങല തീർക്കണം. അതൊരു നിഷ്ഠയാകണം, ഒരു കൃത്യനിഷ്ഠയാകണം. ആ കൃത്യനിഷ്ഠയിൽ കൃത്യമായി അത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. അറിയാതെ അനുഗ്രഹം വന്നു. കാരണം ഞാനിത് പറയുമ്പോൾ ഓർക്കും, അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? അച്ഛന് പറയാൻ എളുപ്പമാണ്. എന്തെല്ലാം പരിപാടി, കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിൽ എന്തെല്ലാം പണിയുണ്ടെന്ന് അറിയാം. അച്ഛൻ പോയിട്ട് വരുമ്പോഴത്തേക്കും വല്ലതൊക്കെ ഉണ്ടാക്കി പിറക്കി വെക്കണം, തൂത്തുവാണ്ട് തേച്ച് മഴക്കണം, തുണി കഴുകണം, എന്തെല്ലാം പണിയാ വീട്ടിൽ കിടക്കുന്ന അറിയാമോ? ഈ സമയത്ത് അച്ഛനൊക്കെ പറഞ്ഞാൽ മതി. അച്ഛന് പറയാം. അയ്യോ, പിന്നെ നടക്കുന്ന കാര്യം വല്ലതും ആണോ ഇത്? നടക്കണം. അതിൻ്റെ ഒരു ടൈം ടേബിൾ നമുക്ക് ഉണ്ടാക്കണം. നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാനുള്ള ഒരു കാരണമാണ്. നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സന്ധ്യയാകുമ്പോൾ ദൈവസന്നിധിയിൽ നാം മുട്ടുമടക്കിയിട്ട് അവർ കാണിച്ച പോലെ നമുക്കും കാണിക്കാൻ എന്താ പറ്റാത്തത്? നമുക്ക് വിളക്ക് വെക്കണ്ടെന്നേ, വേണ്ടെന്നേ. അല്ലാതെ തന്നെ നമുക്ക് മുട്ടുമടക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ. എന്നിട്ട് യേശുവിന്റെ രക്തത്താൽ ഈ കോമണ്ടിനെ മുഴുവൻ ഞാൻ രക്തത്താൽ മുദ്ര ചെയ്യുന്നു. നിന്റെ കൂടാരത്തിൽ വാദ്യം അടുക്കൽ നിനക്കൊരനത്തും ഭവിക്കയില്ല എന്ന് പറഞ്ഞ എന്റെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഈ ഭവനത്തെ എന്ത് ചെയ്യുന്നു? മുദ്ര ചെയ്യുന്നു. ഇന്ന് രാത്രി നിനക്ക് ഈ ഭവനത്തിലേക്ക് കയറുവാൻ അവകാശമില്ല, അധികാരമില്ല എന്ന് പറയുവാനിടയാകണം. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അവർ ദൈവിക അനുഗ്രഹം നമ്മുടെ മേൽ വരുവാനായിട്ടുള്ള ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ കേട്ടോ. വിശേഷ പറയട്ടെ, കഴിഞ്ഞ 30 വർഷമായി ഇന്നും മുടങ്ങാതെ ആ കൃത്യമായിട്ട് വൈകിട്ട് ഞാൻ വീട്ടിലുണ്ടെങ്കിൽ 6 മണിയെന്ന് ക്ലോക്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിളും കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഇരുന്നിരിക്കും. പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ 6 മണിക്ക് ഇരുന്നിരിക്കും. ഭാഷയിലെ താമസിക്കുന്ന ഭാഷണേജിൽ ഇരുന്നിരിക്കും. ഇന്ന് വരെ അതിനെ മാറ്റം വരുത്തിയിട്ടില്ല. 30 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അനുഗ്രഹമായി ഇന്ന് ഞാനും എൻ്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന നന്മ. അല്ലാതെ വാരിക്കൂരി ഒത്തിരി കാര്യമൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ കുടുംബത്തിലെ പിശാശെ കടന്നു വരാൻ ഞാൻ അനുവദിക്കത്തില്ല. സന്ധ്യയാകുമ്പോഴേ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുക ഇടയായിത്തീരും. അങ്ങനെ നമ്മുടെ ഭവനത്തെ ഒരു ശുദ്ധീകരിച്ച് ഭവനത്തെ ഒരു ദേവാലയമാക്കി മാറ്റി ദൈവ സാന്നിധ്യം കൊണ്ട് ഭവനം നിറയുന്ന ഒരവസ്ഥയിലേക്ക് നാം ആക്കി തീർക്കുക. ഭവനത്തിൻ്റെ സ്ഥിതികൾ മാറിക്കൊണ്ടിരിക്കും, സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അവസ്ഥകൾക്ക് മാറ്റം വരും, വ്യത്യാസം വരും. അവരുടെ മാറ്റമുണ്ടാവും. ദൈവത്തിന് വലിയ പ്രവൃത്തിയോടെ വെളിപ്പെടും. ഇവിടെ പറഞ്ഞെന്താ? സെക്കറിയാവും എലിസബത്തും അവര് ലോകം അവരെ കുറിച്ച് ഒത്തിരി കാര്യം പുരോഗതനാ പോയ കണ്ടില്ലേ, ധൂപം കാണിക്കാൻ പോയിരിക്കുക, പക്ഷേ ഭാര്യ മച്ചിയാ. ഇങ്ങനെയൊക്കെയാ പറഞ്ഞത് കേട്ടോ. ലോകം പറഞ്ഞത് അങ്ങനെയാ, ലോകർ അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ടാ ആ സെക്കരിയാവ് ദൈവത്തിന്റെ ധൂപം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് പറയുക, സെക്കരിയാവേ നീ ഭയപ്പെടേണ്ട കേട്ടോ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് നീ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കർത്താവ് ഇന്ന് രാത്രി നൽകാൻ പോവുകയാണ്. നിന്റെ ഭാര്യ ആ അവസ്ഥയിൽ അവർക്ക് എന്തായിരുന്നു വേണ്ടിയത്? ആ അവസ്ഥയിൽ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? അവർക്ക് ഒരു തലമുറയായിരുന്നു ആവശ്യം, അവർക്ക് ആ തലമുറ കൊടുത്തു. പക്ഷെ ഇവിടെ എന്തൊരു ആവശ്യം? ഇവിടെ എന്റെ കുഞ്ഞിന്റെ ഭാവി, എനിക്കൊരു നല്ല ഭവനം, വിഷയമുണ്ട് കർത്താവെ, അങ്ങോട്ട് കിടക്കുക. ചോദിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്നിരിക്കുക. തമ്പുരാന്റെ കൽപ്പനയുമായിട്ട് വന്നിരിക്കുക അറിയിക്കാനായിട്ട്.
നീ ശക്രിയാവേ, നീ ഭയപ്പെടാണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പൊ പ്രാർത്ഥിച്ചോ എന്ന് ഞാനും നിങ്ങൾ നോക്കണം. നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ഓർക്കണം, പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ഓർക്കണം. ഞാൻ പലപ്പോഴും എൻ്റെ വിശ്വാസത്തോട് പറയുമായിരുന്നു, ഈ വർഷം മുഴുവൻ നീ മുടങ്ങാതെ പ്രാർത്ഥിച്ചാൽ അടുത്ത വർഷം നിനക്ക് വിളവെടുപ്പുണ്ടാകും. ഈ വർഷം നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അടുത്ത വർഷം നീ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, മരുഭൂമിയിൽ ഇരിക്കുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ ഒരു വാഴ നട്ട് ആ കൃഷിക്കാരൻ നട്ടേച്ച് പിന്നെ കൊലവെട്ടാൻ അതിൻ്റെ ചോട്ടിക്കൂടെ പോയാൽ വല്ലതും കാണുമോ? ഇല്ല. കൃത്യമായിട്ട് അതിന് വളവും വെള്ളവും ഒക്കെ ഒഴിച്ചതിനെ പരിചരണം ചെയ്താൽ മാത്രമേ. ഒരേത്ത വാഴ വെച്ചാൽ 6ാമത്തെ വളം ചെയ്യുമ്പോൾ കുടം വരും. 9ാമത്തെ മാസം വെട്ടിയെടുത്ത് കടയിൽ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ പഴിപ്പിച്ച് തിന്നാം. ഈ 9 മാസം അവൻ കാത്തിരുന്നു. ഓരോ ദിവസവും വാഴയുടെ മുട്ടിക്കൂടെ പോകും, കാടെല്ലാം പറിച്ചു കളയും, വെള്ളം ഒഴിക്കേണ്ടത് വെള്ളം ഒഴിക്കും, വളവിടേണ്ട വളവിടും, ഇളക്കി കൊടുക്കേണ്ടത് ഇളക്കി കൊടുക്കും. പരിചരണം അതിൻ്റെ കൂടെ നിന്നതുകൊണ്ട് അവൻ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ലൊരു വിളവ് കിട്ടി. അതുപോലെ കൃഷിക്കാരന്റെ വിളവിനായി കാത്തിരിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ, പ്രാർത്ഥിച്ചിട്ട് നീ കാത്തിരിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വേണ്ട കർത്താവ് വരുന്നുണ്ട്. ആ ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അതതിന്റെ സമാപ്തിയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. താമസിക്കയില്ല. അഥവാ താമസിച്ചാലും നീ അതിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണമെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവിന്റെ സ്ഥിതി മാറ്റും. എൻ്റെ ദൈവം എൻ്റെ സങ്കടം കാണും. അവന്റെ സ്ഥിതികൾക്കും അവസ്ഥകൾക്കും വ്യത്യാസം വരുത്തുമെന്ന് ഞാൻ നിങ്ങളും വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് കഷ്ടമാണ്. നമ്മൾ വിശ്വസിക്കണം, എൻ്റെ കർത്താവിന് അത് ചെയ്യാൻ കഴിയുമെന്ന്. എൻ്റെ കർത്താവിന് ഇത് ചെയ്യാൻ കഴിയും. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഒരു വാക്കിന് അതെല്ലാം ഉളവായി. നേരത്തെ ഉണ്ടായിരുന്ന നല്ലിത്. ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഒറ്റ വാക്കിനുണ്ടായി. ആകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഒറ്റ വാക്കിനുണ്ടായി. ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും ഉണ്ടാകട്ടെ എന്നവന്റെ ഒരു വാക്കിനാൽ ഉളവായെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നതിന്റെ പ്രിയ സഹോദര സഹോദരി, മാതാവ്, പിതാവ്, കുഞ്ഞേ, എന്നെ നോക്കി കഥ പറയാ. അവൻ്റെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. നമ്മുടെ സകല സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ മാറി നമുക്കൊരു വ്യത്യാസം ഉണ്ടാകുവാനിടയാവും. ഇവിടെ പറഞ്ഞെന്തുവാ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അങ്ങനെയാണ് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രിയപ്പെട്ട ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നീ ഏത് വിഷയമാണോ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഏത് വിഷയത്തിനാണ് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് വിഷയമാണ് നിന്റെ താല്പര്യമായി നീ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നത്, ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? ഹല്ലേലൂയ. ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ എന്തുണ്ടായിരിക്കണം എന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് ഒരു മാനമുണ്ടായിരിക്കണം, പ്രാർത്ഥനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയമുണ്ടായിരിക്കണം. ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമായില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയമുണ്ടായിരിക്കണം. ഇല്ലാതെ പ്രാർത്ഥിക്കരുത്. കാരണം എന്താ ചെയ്യാം? ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട്, അത് അതിന്റെ സമാപ്തിയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അവനോട് പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? എഴുതുക, തെളിവായി ഓടിച്ച് വായിക്കത്തക്കവണ്ണം കുനുകുനാന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് പൂർണ്ണക്കണ്ണാടി വെച്ച് പോലും നോക്കിയാൽ കാണാവുന്ന പോലെയല്ല, നല്ല തെളിവായിട്ട് അക്ഷരവെടിപ്പോടുകൂടെ എന്ത് ചെയ്യണം? അങ്ങ് എഴുതി വെക്കാനാ പറഞ്ഞത്. നിന്റെ ദർശനം അങ്ങോട്ട് എഴുതി വെക്കാൻ എന്ന് പറഞ്ഞാൽ നിന്റെ വിഷയം അങ്ങോട്ട് എഴുതി വെക്കാൻ. എന്നിട്ട് ആ വിഷയം എന്ത് ചെയ്യണം? എടുത്തു വെച്ചങ്ങോട്ട് പ്രാർത്ഥിക്കണം ഓരോ ദിവസവും. കർത്താവേ, എൻ്റെ വിഷയം ഇതാ, ഈ വിഷയത്തിന്മേൽ നീ മഞ്ഞും മഴയും അയച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഹല്ലേലൂയ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾ വിചാരിക്കും, എടാ ഈ അച്ഛൻ എന്തൊക്കെയായി വിളിച്ച് പറയുന്നേ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യം എന്ത്? ഞാൻ അനുഭവിച്ച കാര്യം പറയുന്നത്, ഞാൻ അനുഭവിക്കുന്ന കാര്യം പറയുന്നത്. ഞങ്ങൾക്ക് എന്തൊരു വിഷയം വേണമെന്ന് പറഞ്ഞാലും അന്നേരം എന്തെന്നറിയോ? ഒരു വേള പേപ്പർ എടുക്കുക, ആ പേപ്പറിനകത്തോട്ട് ഡേറ്റ് എടുക്കുക, നമ്പർ എടുക്കുക, വിഷയങ്ങൾ അങ്ങോട്ട് എഴുതി വെക്കുക. ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, 30 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. അന്ന് മുതൽ തുടങ്ങിയ, കാരണം ഒന്നും ഇല്ലാത്തൊരവസ്ഥയല്ലേ, വെറും സീറോ നിൽക്കുന്ന അവസ്ഥയല്ലേ. അന്നേരം എന്തെങ്കിലും ഒന്ന് വേണമെങ്കിൽ തമ്പുരാനെ മാത്രം ഇങ്ങനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ മനുഷ്യല്ലാത്ത യാതൊരു രക്ഷയില്ല. എല്ലാവരും കണ്ട സുഖാണോ? സുഖ, കുഴപ്പമൊന്നുമില്ല, സന്തോഷം, സന്തോഷം, അത്രേ ഉള്ളത്. അപ്പുറത്ത് വേറെ ഒന്നുമില്ല, അതിനപ്പുറത്തൊന്നും ഇല്ലെന്നേ. എല്ലാവരും ചിരിക്കും. പക്ഷെ നമ്മളെ കാണുമ്പോൾ ഒരാൾ ചിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ പുള്ളിക്ക് എന്തോ ഒരു സ്നേഹമാണ് നമ്മളോട്. പക്ഷെ എന്താണെന്നറിയാമോ? ആ ചിരിയിൽ ഭയങ്കര അർത്ഥമുണ്ട്. മഞ്ചിരി, പുഞ്ചിരി, പൊട്ടിച്ചിരി, കൊലച്ചിരി,
പിന്നെ പിന്നെ പല ചിരികളുണ്ട്. അപ്പൊ ഈ ഓരോ ചിരിയും ഒരാൾ ചിരിക്കുമ്പോൾ ഓർത്താണ് ഈ ചിരിക്കാത്തുള്ള നിനക്ക് വെച്ചോളാടാ ആ ചിരിയുടെ നിനക്കിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പ്രിയമുള്ളവരെ ഓർത്തോണം. അങ്ങനെ പല ചിരികളുണ്ട്. അപ്പോൾ ഓർക്കുക, നമ്മൾ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് പിടിക്കാനുള്ള ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ, വിശ്വസ്തൻ ഒരുത്തനേ ഉള്ളൂ. അവനെ മുറുകെ അങ്ങോട്ട് പിടിച്ചാൽ മതി. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവനെ വിടാതെ പിടിക്കുക, അവനെ വിടാതെ പിടിക്കുക. ഇവിടെ പറഞ്ഞെന്താണ്, തെളിവായിട്ട് അങ്ങോട്ട് എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുക. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി അതിന്മേൽ ഡെഫിനറ്റായിട്ട് വെളിപ്പെടുവാനിടയാവും. കർത്താവ് അത് മായ്ച്ച് കളയത്തില്ല. കാരണം എന്താ അറിയാമോ, രേഖ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കരുത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ഇവിടെ ബൈബിൾ നമ്മുടെ കയ്യിലിരിക്കുന്ന രേഖയില്ലേ, ബൈബിളില്ലാതെ നമ്മൾ ഇങ്ങനെ അതും ഇല്ലാതെ ഉണ്ട് നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഈ രേഖ വെച്ച് അങ്ങോട്ട് നോക്കുകയാണെങ്കിലും, അതുപോലെ റേഷൻ കടയിൽ ചെന്നേച്ച് എൻ്റെ ഈ മാസം റേഷൻ ഇങ്ങോട്ട് താ എന്ന് പറയുമ്പം അവർ പറയും എവിടെ റേഷൻ കാർഡ്? അപ്പോൾ റേഷൻ കാർഡ് അവിടെ കൊടുക്കണം, വേണ്ടേ? വോട്ട് ചെയ്യാൻ അങ്ങോട്ട് ചെന്ന് നിന്നു കയ്യെ മഷി പുരട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ID കാർഡ് അങ്ങോട്ട് കൊടുക്കണം. ID കാർഡ് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവർ മഷി പുരട്ടൂ, ഇല്ലേ അവർ മഷി പുരട്ടത്തില്ല, പുറത്തേക്ക് വിടും. അപ്പോൾ ഓരോന്നിനും രേഖയുണ്ടെങ്കിൽ എന്റെയും നിന്റെയും വിഷയം ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ നീ ഒന്ന് എഴുതി വെച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ദിനം പ്രതി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക, എഴുതി വെച്ച് പ്രാർത്ഥിയില്ലേ. മകളുടെ കാര്യമാണെങ്കിൽ മകളുടെ പേരും വയസ്സും നാളും അവരുടെ ആവശ്യങ്ങളും അവസ്ഥകളും സാഹചര്യങ്ങളും എല്ലാം ഇങ്ങനെ ലിസ്റ്റ് പോലെ എഴുതണം. എന്നിട്ട് അത് പറ്റും. മകൻ്റെ കാര്യമാണ്, മകൻ്റെ പേരും എഴുതി അവൻ്റെ പഠിപ്പും വിദ്യാഭ്യാസം എല്ലാം എഴുതിയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. കുടുംബത്തിൻ്റെ വിഷയമാണ്, കുടുംബത്തിൻ്റെ അവസ്ഥകൾ മുഴുവൻ എഴുതിയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന അത് മാഞ്ഞു പോകേണ്ട, അത് എടുത്ത് കളയരുത്. അത് ബൈബിളിനകത്ത് ഇരിക്കണം. ബൈബിൾ അങ്ങോട്ട് തുറന്നു വെക്കണം. തുറന്നു വെച്ചിട്ട് വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ല എൻ്റെ കർത്താവേ, വേണ്ട, നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയണ്ട. നീ എന്ത് ചെയ്യണമെന്നറിയാമോ, മുട്ടയിൽ അങ്ങോട്ട് ഇരിക്കണം. പായൊന്നും വിടല്ലേ, ഈ സിമെന്റ് തറയിൽ അങ്ങോട്ട് മുട്ടുമടക്കണം. മുട്ടുമടക്കിയിട്ട് ബൈബിൾ മുമ്പിലോട്ട് വെക്കണം. എന്നിട്ട് മുട്ടുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, ഇതിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഈ ബൈബിളിന്റെ മുകളിലോട്ട് ഈ എഴുതി വെച്ചിരിക്കുന്ന അതിനെ ബൈബിളിനകത്ത് വെച്ച് തുറന്നു വെച്ചിരിക്കുക. അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ കമന്ന് നിന്നിട്ട് മുട്ടുമ്പോൾ നിന്ന് അങ്ങോട്ട് കരയണം. സംഗീതക്കാരൻ പറയുന്നുണ്ട്, ഓവേ എൻ്റെ നിലവിളി നീ ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് യഹോവേ നിന്നെ വിളിച്ച് ഞാൻ അപേക്ഷിക്കുമ്പോൾ നീ കേൾക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുന്ന പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ആ സമയത്ത് ഒറ്റ മരുന്നേ ഉള്ളൂ, ഇതുപോലെ രേഖ അങ്ങോട്ട് വെച്ച് വിഷയങ്ങൾ മുഴുവൻ എഴുതി വെച്ചിട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, നാളെ നാക്കണ്ട, ഇന്ന് തുടങ്ങിക്കോ. എഴുതി വെച്ചിട്ട് അങ്ങോട്ട് അതിന്മേൽ കമന്ന് കിടന്നിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലല്ലേ, വേണ്ടെന്നേ, പ്രാർത്ഥിക്കണ്ട. ഒറ്റ കരച്ചിൽ വാവിട്ടം കരഞ്ഞാൽ മതി. നിന്റെ കണ്ണുനീർത്തുള്ളികൾ ആ വിഷയത്തെ വീഴണം. ആ വിഷയത്തെ വീണിട്ട് ദൈവവചനം കൂടെ നനയണം. തമ്പുരാന്റെ ആ വചനം കൂടെ അങ്ങോട്ട് നനഞ്ഞു കഴിയുമ്പോൾ സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. അദ്ദേഹം സിംഹാസനത്തിൽ പതുക്കെ അങ്ങോട്ട് എഴുന്നേൽക്കും. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. നമ്മൾ എവിടെ ഇരിക്കുന്ന പാദപീഠത്തിലാ. തൻ്റെ കണ്ണുനീര് എവിടാ വീഴുന്നത്? കർത്താവിന്റെ പാദത്തിലാണ് വീഴുന്നത്. അപ്പൊ കർത്താവിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കുരിഞ്ഞു നോക്കിയാൽ അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, സിംഹാസനത്തിൽ കർത്താവ് ഒന്ന് എഴുന്നേൽക്കും. ആരാടാ എന്റെ പാദപീഠത്തിലിരുന്ന് കരയുന്നത്? എന്റെ കാല് കണ്ണുനീര് കൊണ്ട് കാലം നനയ്ക്കുന്നത് ആരാണ്? അവന്റെ വിഷയം എന്താണ്? അവിടെ വിഷയം എന്താണെന്ന് അറിയുവാൻ തമ്പുരാന സിംഹാസനം നിന്ന് എഴുന്നേറ്റ് നിന്നെ കുനിഞ്ഞു നോക്കുന്ന ഒരു ദിവസമുണ്ട്. ആ കുനിഞ്ഞു നോക്കുമ്പോൾ നിന്റെ കണ്ണുനീര് അവന്റെ പാദത്തിൽ വീണ് കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ അവൻ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല കേട്ടോ. തമ്പുരാൻ അവിടേക്ക് ഇറങ്ങി വരും. യെസ്, അവൻ ഇറങ്ങി വരും. വിഷയമായി മറുപടിയുമായി ഇതിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആരെയും നോക്കണ്ട, ആരുടെ മുഖത്തേക്ക് നോക്കണ്ട, ആരെയും അതിനെ വിശ്വസിക്കണ്ട. എല്ലാവരെയും സ്നേഹിക്കുക. ആരോടും പരാതി പറയണ്ട, ആരോടും പരവും പറയണ്ട, ആരോടും കുറവുകൾ പറയണ്ട, ആരോടും യാതൊരു നിന്റെ സങ്കടം ഒന്നും നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ എന്ത്? സങ്കീർത്തനം പിന്നെ 32 സങ്കീർത്തനം 62 അതിന്റെ 8ാമത്തെ വാക്യം വായിച്ചു. ജനമേ എല്ലാ കാലത്തും, ശ്രദ്ധിക്കണം കേട്ടോ, ഈ വിഷയം ശ്രദ്ധിക്കണേ. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പി, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ അങ്ങോട്ട് പകരുവേ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ വല്ല മാറ്റമുണ്ടോ?
വിഷയം വന്ന് വീണില്ലേ ജനമേ എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന സജിമോനെ എന്ന് വിളിച്ചല്ല പറഞ്ഞത്. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് തമ്പുരാൻ പറയുക, എന്തോ ദൈവത്തിന്റെ ആത്മാവിനെ എല്ലാവരെയും കാണാം, എല്ലാവരുടെയും അവസ്ഥകളെ, ആവശ്യങ്ങളെ, സാഹചര്യങ്ങൾ അറിയാം. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിന്റെ ഹൃദയം അങ്ങോട്ട് പകരണം. ഇത് പകരാതെ ഇങ്ങോട്ട് കിട്ടത്തില്ല. അങ്ങോട്ട് പകരണം. എന്ത് ജനമേ എല്ലാ കാലത്തും അവരിൽ ആശ്രയിപ്പിൻ. ആരിൽ? മനുഷ്യരിൽ ആശ്രയിക്കരുതെന്ന് അതിന്റെ അർത്ഥം. യഹോവയിൽ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരും എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയും മുമ്പിൽ പകരരുതെന്ന്. ഈ ലോകത്തിന്റെ മുമ്പിൽ നിന്റെ വിഷമതകൾ നീ പകരരുത്. അവർ കാല് കൊണ്ട് നടന്ന് ചിരിക്കും, അവർ നിന്നെ പരിഹസിക്കും. പക്ഷെങ്കിൽ തമ്പുരാന്റെ മുമ്പിലാണെങ്കിൽ അവൻ പരിഹസിക്കത്തില്ല, അവൻ ചിരിക്കത്തില്ല. അവൻ ആ വിഷയം ഏറ്റെടുത്തിട്ട് അതിന്മേൽ കർത്താവിന്റെ മറുപടി നമുക്കായിരിക്കും. അതുകൊണ്ട് അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമ്മുടെ സങ്കേതം ആയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ വിഷയം ദൈവത്തിന് സമർപ്പിക്കുക. അപ്പോൾ ഇവിടെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ 25-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ എന്താ പറഞ്ഞേ? എലിസബത്ത് എന്ത് ചെയ്തു? ഗർഭം ധരിച്ചു. അവൾ എന്ത് ചെയ്തു? എന്തോ പറയുന്നത് അറിയാമോ? ഇവിടെ പറഞ്ഞ വാക്ക് എന്തോന്ന് അറിയാമോ? അവര് തന്നെ പറയുക, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന. അപ്പൊ മനുഷ്യർ ഇവരെ നിന്ദിക്കുന്നുണ്ടായിരുന്നു, അപമാനിക്കുന്നുണ്ടായിരുന്നു, കുറ്റം പറയുന്നുണ്ടായിരുന്നു. ഇവരെ ഒരു നല്ല കാര്യത്തിന് വിളിക്കത്തില്ല, മാമോസായിക്കും വിളിക്കത്തില്ല, കല്യാണത്തിന് വിളിക്കത്തില്ല, വീട് കയറുന്ന വിളിക്കത്തില്ല, പിന്നെ എന്താ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ചടങ്ങിനും വിളിക്കത്തില്ല, നല്ല കാര്യങ്ങൾക്കൊന്നും വിളിക്കത്തില്ല ഇവരെ. കാരണം എന്താ പറയുക? യഹൂദന്മാരുടെ നിയമം വലിയ നിയമമാണ്. അതുകൊണ്ട് അവരെ ഇതിനൊന്നും വിളിക്കത്തില്ല. എന്താ അറിയാമോ? മക്കളില്ലാത്തവർ വന്നാൽ ശരിയാകത്തില്ലെന്നാ പറയുന്നത്. പിന്നെ മക്കളില്ലാത്തവർ വന്നാൽ ശരിയാകത്തില്ല. മനുഷ്യൻ ഉണ്ടാക്കി വെച്ചാൽ, ദൈവം ഉണ്ടാക്കി വെച്ചല്ല, മനുഷ്യൻ ഉണ്ടാക്കിയ ചില നിയമങ്ങളാ. ആ നിയമപ്രകാരം പറയുന്നു, എന്ത് ചെയ്യുന്നു? ഇവർ വന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് അവരെ ഒരു കാര്യത്തിനും മാറ്റി നിർത്തുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഇവരെ കുറ്റം പറ. പക്ഷേ അവരൊരിക്കൽ പോലും അവരോട് മുഖം കറുത്ത് പറഞ്ഞിട്ടില്ല. അവരോട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ 6-ാം വാക്യത്തിൽ അവരെ എഴുതത്തില്ല. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരെന്ന് എഴുതത്തില്ല. കാരണം ഈ തമ്പുരാൻ പറയുക, ഇവർ ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരാ. കർത്താവിന്റെ സകല കൽപ്പനകളിലും ചട്ടങ്ങളിലും ന്യായങ്ങളിലും നിയമങ്ങളിലും എല്ലാം കുറ്റമില്ലാത്തവരായി നടക്കുന്നായിരുന്നു. കാരണം സാത്താന് പോലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ അവർ ജീവിച്ചത്. ഏണയും പ്രാവും പോലെ അവർ അങ്ങനെ ജീവിച്ചു. അപ്പൊ ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണമെന്ന് ഇവർ നമുക്ക് മാതൃകയാണ്. ഇവരെ പോലെ ജീവിച്ച പ്രശ്നങ്ങളില്ലേ? ഉണ്ട്, അവർക്ക് വലിയ പ്രശ്നമുണ്ട്. അവർക്ക് തീരാത്ത, അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഈ ലോകം പറഞ്ഞു, സയൻസ് പറഞ്ഞു അസത്യം. പക്ഷേ സമയമായപ്പോ തമ്പുരാൻ പറഞ്ഞു. അതാ പറഞ്ഞ ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. ഓരോ വിഷയത്തിനും ഓരോരുത്തരുടെയും ജീവിതത്തെ കർത്താവ് വിളിച്ചപ്പോൾ തന്നെ ഒരവധി വെച്ചിട്ടുണ്ട്. ആ അവധി സമയമാകുമ്പോഴത്തേരും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി. അതുകൊണ്ട് മനുഷ്യരുടെ എനിക്കുണ്ടായ നിന്ന നീക്കിക്കളഞ്ഞ നാളിൽ യഹോവ എനിക്ക് ഇത് ചെയ്തു തന്നു. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യരുടെ ഇടയിൽ ഇവർക്ക് നിന്ന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദരി, മാതാപിതാവ്, കുഞ്ഞെ, നമ്മൾ ഓരോരുത്തർക്കും ഈ നിന്നയുണ്ട്. മറ്റുള്ളവർ നമ്മളെ പലതും പറയുന്നുണ്ടാവാം, നമ്മളെ കേൾക്കുന്നില്ലായിരിക്കും, അറിയുന്നില്ലായിരിക്കാം, ചിലർ മുഖത്ത് നോക്കി പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ സ്ഥിതികൾ മാറുന്ന ഒരു ദിവസമുണ്ട്. നീ പരിവവും പറയണ്ട, നീ പരാതി പറയണ്ട, നീ യാതൊരു വിധത്തിലും ആരും ഒരു ദോഷവും പറയണ്ട. കർത്താവ് തൻ്റെ പ്രവൃത്തി തികയ്ക്കുവാൻ, കർത്താവ് തൻ്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് വേഗം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മുടെ വിഷയം ഇതാ. എന്താ? ഒരു നല്ല കുടുംബത്തെ നമ്മൾ പരിചയപ്പെട്ടു. എങ്ങനെ ആ കുടുംബം ആയിരിക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി തരാതെ കരങ്ങളെ കോർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവരുടെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാനും എൻ്റെ മക്കളും ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ദിവസം ഇരിക്കുമ്പോൾ ഞങ്ങൾ പായം കിടത്തില്ല, തറയിലിരുന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ വട്ടമിരിക്കും, കരങ്ങളെ കോർത്ത് പിടിച്ച് ഞങ്ങൾ കരയും, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. തമ്പുരാനെ, നീ മാത്രമേ കാണാനുള്ളൂ, മറ്റാരും. എൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചെന്ന് ദാവീദ് പറഞ്ഞ പോലെ ഞങ്ങളെ മറന്നു കളഞ്ഞു.
ഹല്ലേലൂയ. ഞങ്ങളുടെ സമൂഹം മുഴുവൻ മറന്നു, ഞങ്ങളുടെ വിശ്വാസകോളം മുഴുവൻ ഞങ്ങളെ മറന്നു. ആരും ഞങ്ങൾക്കില്ലാതിരുന്ന സമയത്ത് ഞങ്ങളുടെ ഈ കണ്ണുനീർ മുഴുവനും ദൈവസന്നിധിയിൽ വീഴുമ്പോൾ, ഹല്ലേലൂയ, ഞങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഓരോന്നായി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി തന്നു. ഞങ്ങൾക്ക് അനുഭവിച്ച കാര്യങ്ങൾ, ഹല്ലേലൂയ, ആ അനുഭവിച്ച കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനിടയായി. അതുകൊണ്ട് അന്ന് ഇന്ന് രാത്രി ദൈവമക്കളായി നമ്മോട് കർത്താവിൻ്റെ വചനം പറയുന്നത് ഇത് മാത്രമാണ്: നീ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടുന്ന പല വിഷയങ്ങളുണ്ട്, നീ ഭാരപ്പെടുന്ന പല വിഷയങ്ങളുണ്ട്. ചിലതൊക്കെ ഇതിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിനക്ക് ഭയപ്പെടാതിരിക്കാൻ കഴിയത്തില്ല. ചില വിഷയങ്ങളൊക്കെ വന്നു കയറുമ്പോൾ ഭയപ്പെടാതിരിക്കാൻ കഴിയത്തില്ല. എന്നാൽ നീ ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗത്തിൽ നിന്ന് ഒരു അറിയിപ്പുണ്ടാകുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ വിശ്വസിക്കും? കർത്താവ് നിന്റെ സ്ഥിതി മാറ്റാൻ പോവുക. കർത്താവ് നിങ്ങളുടെ സ്ഥിതികൾ, സാഹചര്യങ്ങൾ, അവസ്ഥകൾ, ഇന്ന് ഈ കാണുന്ന അവസ്ഥകൾ മാറാൻ പോവുക. കർത്താവ് നിന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാൻ പോവുകയാണ്. അത് കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുക. അത് വിട്ടുകളയാതെ മുറുകെ പിടിച്ച് ഒരു നിമിഷം കർത്താവിനോട് ചേർന്നിരിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കഴിയുമെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, അത് നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണടയ്ക്കാം. നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്താൻ പോവുക. വിശ്വസിക്കുന്ന മക്കൾ സ്വന്തം പറഞ്ഞാട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, കർത്താവ് എന്റെ ജീവിതം ചെയ്യണമേ, എന്റെ ജീവിതം ചെയ്യണമേ. ശക്രിയ അവരോട് പറഞ്ഞാൽ എന്നോട് പറയണമേ, എന്റെ കുടുംബത്തെ നോക്കി പറയണമേ, എന്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കി പറയണമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായെന്ന് എന്നോട് പറയണമേ. ഇന്ന് രാത്രി എന്നോടാണ് സംസാരിച്ചത്. ഇന്ന് രാത്രി കർത്താവ് എന്നോടാണ് സംസാരിച്ചത്. എന്റെ വിഷയമാണ് സംസാരിച്ചത്. എന്റെ സങ്കടമാണ് കർത്താവ് കണ്ടത്. എന്റെ വേദനയാണ് കർത്താവ് അറിഞ്ഞത്. ഇന്ന് രാത്രി എന്റെ കർത്താവ് എന്നെ തൊടണം. തമ്പുരാനെ, എന്റെ ഈ വിഷയത്തെ തൊടണം. എന്റെ കുഞ്ഞിന്റെ, എന്റെ മോടെ, എന്റെ മോന്റെ, എന്റെ കുടുംബത്തിന്റെ, എന്റെ സ്ഥിതികൾ, എന്റെ സായി, എന്റെ ജോലി, എന്റെ ഭാവി, ഹല്ലേലൂയ, അതെ എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ തമ്പുരാനെ തെറ്റിപ്പറ്റിയിട്ടുണ്ടപ്പാ. കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് കർത്താവേ, ബലഹീനത സംഭവിച്ചിട്ടുണ്ട് കർത്താവേ. ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഹല്ലേലൂയ പരാജയപ്പെട്ടു, പലയിടത്തും ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും തമ്പുരാനെ, ഹല്ലേലൂയ, അങ്ങേ മറന്ന് ജീവിച്ച സമയങ്ങൾ പലതുണ്ട്. അങ്ങേ വിട്ടുകളഞ്ഞ സമയം പലതുണ്ട്. പ്രാർത്ഥിക്കാതിരുന്ന സമയം പലതുണ്ട്. ആരാധിക്കാതിരുന്ന സമയം പലതുണ്ട്. ദൈവത്തിന് ചെയ്യേണ്ടത് പലപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല കർത്താവ്. അതൊന്നും ഇന്ന് രാത്രി ഓർക്കല്ലേ. ഇന്ന് രാത്രി അതെല്ലാം മറന്നു കളഞ്ഞിട്ട് എന്നെയും എന്റെ കുടുംബത്തെ പണിയണമേ കർത്താവ്. എന്നെയും എന്റെ കുടുംബത്തെയും വ്യത്യാസപ്പെടുത്തണമേ. ഇന്ന് രാത്രി ഈ ശബ്ദം കൂടായിരിക്കുന്നു ദൈവമെതിരെ നിന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്താൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജീവിതത്തെ വ്യത്യാസപ്പെടും എന്റെ കർത്താവ് നമ്മുടെ സ്ഥിതികൾ മാറ്റുവാൻ പോവുകയാണ്. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നിമിഷം ഞങ്ങളോട് സംസാരിച്ച തിരുവചനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളോട് ഇടപെട്ടല്ലോ. വാസ്തവമായി പല വിധത്തിലൂടെ, പല വചനത്തിലൂടെ ഞങ്ങളെ കൊണ്ടുപോയല്ലോ കർത്താവേ. പലത് ഞങ്ങളെ കാണിച്ചല്ലോ. പലത് രസമായിട്ട് പറഞ്ഞു, പലത് കർത്താവെ സീരിയസ് ആയിട്ട് ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ അതിനകത്തെല്ലാം ഹല്ലേലൂയ കർത്താവെ അർത്ഥമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പലതും ഞങ്ങൾ കർത്താവെ അറിയാതെ ചെയ്തു പോയി, പലതും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയി. കുറ്റങ്ങൾ, കുറവുകളെല്ലാം ഇന്ന് രാത്രി ക്ഷമിച്ച് ഇന്ന് രാത്രി കർത്താവ് എന്നോട് മനസ്സറിയണമേ. സമൂഹത്തിൽ ഈ എന്റെ മേലുള്ള നിന്ന് അങ്ങ് മാറ്റിക്കളയണമേ കർത്താവേ. എന്റെ മേലുള്ള നിന്ന്, മനുഷ്യരുടെ ഇടയിലുള്ള എന്റെ നിന്ന്, മനുഷ്യരുടെ ഇടയിലുള്ളതായ ആ ചോദ്യത്തിനൊരു മറുപടി എന്റെ കർത്താവ് ഇന്ന് രാത്രി നൽകണം. എന്റെ കർത്താവ് ഇന്ന് രാത്രി ഓരോ വ്യക്തി ജീവിതങ്ങളെ തൊട്ട് സ്പർശിച്ച് രോഗികൾക്ക് സൗഖ്യം കൊടുത്ത്, ബലഹീനരെ ശക്തീകരിച്ച്, പിന്മാറ്റക്കാരെ മടക്കി വരുത്. ദൈവകൃപയുടെ തന്റെ ജനത്തെ നിറച്ച് ശാരീരിക ക്ലേശങ്ങളെ യേശുവിൻ നാമത്തിൽ വിട്ടു മാറട്ടെ. ഹല്ലേലൂയ. രാത്രി ഇപ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കട്ടെ കർത്താവേ. നീ ഓരോരുത്തരും സ്പർശിക്കണമേ, ഓരോരുത്തരും വിട്ടുവിക്കണമേ. സ്ഥിതിഗതികൾ മാറട്ടെ കർത്താവേ. അങ്ങനെ സ്വർഗം ഇന്ന് രാത്രി സന്ദർശിച്ച് ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിച്ചത് കൊണ്ട്, സൗഖ്യമാക്കിയത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വവും മാനവും പുകഴ്ചയും അങ്ങെടുക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.